അപ്പോൾ വളരെ ആസൂത്രിതമായിട്ട് ഇതിനെ ഒരു സ്റ്റിഗ്മ വളർത്താൻ വേണ്ടി ശ്രമിക്കുന്നവരിവിടെയുണ്ട്. വീണ്ടും ഇപ്പോൾ ഒരു മുഖ്യമന്ത്രി വന്നിട്ട് ഈ കോസ്റ്റൽ ഷിപ്പിംഗ് പദ്ധതി കേരളത്തിൽ നടപ്പാക്കുമെന്ന് പ്രഖ്യാപിക്കുന്നുണ്ടല്ലോ. അതിനുവേണ്ടി അദ്ദേഹം തന്നെ തുറമുഖത്തിൻ്റെ ആദ്യമായിട്ട് കേരളത്തിലൊരു മുഖ്യമന്ത്രി തന്നെ തുറമുഖത്തിൻ്റെ ചാർജ് ഏറ്റെടുക്കുന്നു. അപ്പം ഞാൻ എന്തിനോടൊക്കെ അസോസിയേറ്റഡ് ആവുന്ന വെച്ചാൽ കേരളത്തിൻ്റെ വികസനത്തിന് വേണ്ട ചില കാര്യങ്ങളെപ്പറ്റി ഇപ്പോഴും ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട്. സംസ്കാരം വിട്ടിട്ട് ഉള്ള വിദ്യാഭ്യാസ രീതികൾ അവലംബിച്ചിട്ടുള്ളതൊക്കെ ആ രാജ്യങ്ങളൊക്കെ പിന്നീട് നാശത്തിലേക്ക് പോയിട്ടുണ്ട്. സ്കൂളിൽ പോയി ഇതൊക്കെ കണ്ട ശേഷമാണ് RSSനെ ഞാൻ മനസ്സിലാക്കുന്നത്. കുറേ കാര്യങ്ങൾ ചെയ്യാനില്ലേ നമ്മുടെ സമൂഹത്തിൽ തന്നെ. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യാൻ പറ്റുന്നൊക്കെ ചെയ്യുക. അത് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഒരു ചൈനയുമായിട്ടൊരു യുദ്ധം ഉണ്ടായ സമയത്ത് തന്നെ ഇവിടെ കേരളത്തിലുള്ളവർ ചൈനയുടേതാണ് എന്ന് പറയുന്ന, ഇന്ത്യയുടേതാണെന്ന് പറയുന്ന സ്ഥലം ചൈന പിടിച്ചുകൊണ്ട് പോയി അവിടെ ഒരു യുദ്ധം ഉണ്ടായി എന്ന് പറഞ്ഞ ആൾക്കാർ ഈ കേരളത്തിലുണ്ട്, മലയാളികളുണ്ട്. അവരൊക്കെ വളരെ പ്രാക്ടിക്കലായിട്ടുള്ള ആൾക്കാരായതുകൊണ്ട് ജനങ്ങളോട് ഉത്തരം പറയണമെന്നുള്ള ചിന്ത അവർക്കില്ല. വരുമ്പോഴേ NGOs അല്ലെങ്കിൽ മറ്റ് പ്രസ്ഥാനങ്ങളൊക്കെ ഇത് പഠിച്ച് ഇപ്പോൾ കാർഷിക മേഖലയിൽ അങ്ങനെ ഉണർവ് ഞാൻ കാണുന്നുണ്ട്. കാരണം കഴിഞ്ഞ ഈ തവണ ബഡ്ജറ്റല്ല പ്രകടനപത്രം ഉണ്ടാക്കിയപ്പോൾ പാലായിലുള്ള ജെയിംസ് വടക്കനെ പോലുള്ള ആൾക്കാർ ഇവർ മുന്നണികളെ മുഴുവൻ കണ്ടു, പ്രകടനപത്രിക എഴുതി കൊടുത്തു, പലതും UDF സ്വീകരിക്കേണ്ടി വന്നു. ഇപ്പം ഞാൻ പറഞ്ഞു വന്നത് ഈ ഇടപെടൽ നടത്താനുള്ള ഒരു സാമൂഹ്യ പ്രസ്ഥാനങ്ങൾ, സമുദായങ്ങൾ, അല്ലെങ്കിൽ ഈ കർഷകരോടൊത്ത് ജീവിക്കുന്നവർ, അവരൊന്നും ഈ ഇങ്ങനെയുള്ളതായ നല്ല പദ്ധതികൾ വന്ന് നിന്നു പോകുമ്പോൾ അവരുടെ ഇടപെടലില്ലേ, ഉണ്ടാകേണ്ടേ? അതിനെക്കുറിച്ച് എന്താ സാർ പറയുന്നത്? ഇടപെടലുകൾ ഇല്ല എന്ന് എനിക്ക് പറയാൻ പറ്റില്ല. ഉണ്ടാകാം, കർഷക സംഘടനകളും ഉണ്ട്. പക്ഷേ ഈ ഒരു സർക്കാർ അഴിമതിയാകണ അവരുടെ പ്രധാന ലക്ഷ്യമെന്ന് വരുമ്പോൾ, അതായത് അവർക്ക് ഈ മോണിറ്റൈസ് ചെയ്യുക, സ്വന്തം പോക്കറ്റിലേക്ക് കൂടുതൽ പൈസ, അല്ലെങ്കിൽ സ്വന്തം പാർട്ടിക്ക് കൂടുതൽ പൈസ ഉണ്ടാക്കുക, അങ്ങനെ വരുമ്പോഴത്തേക്കും ആ ഒരു സർക്കാരിൻ്റെ ആ ഒരു മൈറ്റ് എന്ന് പറയുമല്ലോ, മൈറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ഒരു ശക്തി, ആ ശക്തിയെ നേരിടാൻ ഒരു ചെറിയ സന്നദ്ധ സംഘടനയ്ക്കോ ഒരു വ്യക്തിക്കോ പറ്റണമെന്നില്ല. കോടതികൾക്കോ? കാരണം അണീക്വൽ പവർ അല്ലേ, അണീക്വൽ പവറാണ്. ഒരു സ്റ്റേറ്റിന്റെ പവർ എന്ന് പറയുന്നത് വളരെ വലിയ പവറാണ്. കോടതി അവർക്ക് അഡ്വക്കേറ്റ് ജനറൽ ഉണ്ട്, കോടതിയിൽ ഗവൺമെന്റ് ലീഡർമാരെ പോസ്റ്റ് ചെയ്യുന്നത്, അതൊക്കെ ആ പാർട്ടിയുടെ ആൾക്കാർ, അത് ഈ ഗവൺമെന്റ് സ്റ്റേറ്റ് പറയുന്നത് അവർ കേൾക്കത്തുള്ളൂ. അതുപോലെ പോലീസ് എന്ന് പറയുന്നത് സ്റ്റേറ്റ് പറയുന്നത് കേൾക്കത്തുള്ളൂ, ഈ കളക്ടർമാർ സ്റ്റേറ്റ് പറയുന്നത് കേൾക്കത്തുള്ളൂ. അല്ലെങ്കിൽ എന്നെ പോലുള്ള ചില ഭ്രാന്തന്മാരോ അല്ലെ പ്രാക്ടിക്കൽ അല്ലാത്ത ഏതെങ്കിലും ഒരു കളക്ടറോ അല്ലെങ്കിൽ ഒരു SP ആരെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ. ഹൈക്കോടതിയുടെ സുപ്രീം കോടതി മുന്നിൽ വരുമ്പോൾ അവിടെ ജുഡീഷ്യറി സംവിധാനത്തിലുള്ളവരും വളരെ പെട്ടെന്ന് തന്നെ ഇതൊരു അടിസ്ഥാനരഹിതമാണെന്ന് അറിഞ്ഞ് അവരെ കേസ് തള്ളിക്കളയോ പെട്ടെന്ന് തീർക്കുകയോ ചെയ്യണ്ടേ? പക്ഷേ സ്റ്റേറ്റ് പിണറായി വിജയൻ ചെയ്തുകൊണ്ടിരുന്ന ഒരു പരിപാടി പറയാം. പിണറായി വിജയൻ ഈ ഒരു ശരത് ലാൽ, കൃപേഷ് എന്നൊക്കെ പറഞ്ഞിട്ട് കാസർഗോഡുള്ള 2 യൂത്ത് കോൺഗ്രസിന്റെ 2 പേരെ വെട്ടിക്കൊന്നൊരു കേസില്ലേ. കാരണം സാധാരണ സ്റ്റേറ്റ് ആരുടെ കൂടെ നിൽക്കണ്ടേ? മരണപ്പെട്ടവരുടെ കൂടെ, വിക്ടിംസിന്റെ കൂടെ നിൽക്കണ്ടേ? അതെ. പക്ഷേ പിണറായി വിജയൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രി ആരുടെ കൂടെയാണ് നിന്നേ? അവരുടെ പാർട്ടിക്ക് വേണ്ടിയാണോ? കൊന്നവരുടെ കൂടെ. അതായത് CBI എൻക്വയറി വേണമെന്ന് പറഞ്ഞിട്ട് വന്ന് പോയപ്പോഴത്തേനും അതിനെതിരെ ഒരു പൈസ കൊടുത്ത് വലിയ വക്കീലിനെ വെച്ച് സുപ്രീം കോടതി വരെ പോയത് ഈ ഗവൺമെന്റാണ്, പ്രതികൾക്ക് വേണ്ടി, പ്രതികളുടെ പക്ഷത്ത് നിന്നുകൊണ്ട്. അപ്പം ഈ സ്റ്റേറ്റിന്, ഞാൻ പറഞ്ഞ അണീക്വൽ പവറാണെന്ന് പറയാൻ കാര്യം, സ്റ്റേറ്റിന് സുപ്രീം കോടതിയിൽ പോയി കഴിഞ്ഞാലും ഏറ്റവും വലിയ സീനിയർ വക്കീലിനെ പൈസ കൊടുത്ത് വെക്കാം. 10 ലക്ഷം, 15 ലക്ഷം, 20 ലക്ഷം കൊടുത്തിട്ട് സ്റ്റേറ്റിന് വെക്കാം. അതേസമയം ഒരു വ്യക്തിക്ക് ഒരു പോസ്റ്റിങ്ങിനാണ് ഈ 15 ലക്ഷം 20 ലക്ഷം കൊടുക്കേണ്ട വക്കീലന്മാർ അവിടെയുള്ളത്. അപ്പോൾ അത് പിണറായി വിജയൻ അറിയാം ഒരു കേസ് 40 പ്രാവശ്യം എങ്ങനെ മാറ്റി വെക്കണം എന്നുള്ള. ലാവ്ലിൻ കേസ് മാറ്റി വെച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ പുള്ളിക്ക് അറിയാം, അതിന്റെ ടെക്നോളജി അറിയാം, എങ്ങനെയാണ് ഈ കേസ് സുപ്രീം കോടതി മാറ്റി വെക്കണം. സുപ്രീം കോടതിയൊക്കെ നല്ലതാണ്, പക്ഷേ മാറ്റി വെക്കാൻ പറ്റുമല്ലോ, അത് പിണറായി വിജയൻ അറിയാം. അതിന് സീനിയർ വക്കീലിന് ഇത്രയും പൈസ കൊടുക്കാനുള്ള പൈസയും സ്റ്റേറ്റിനുണ്ട്. മാറ്റി വെക്കാനായിട്ട് അത് പിണറായി വിജയനോട് ചോദിക്കണം അതിന്റെ ടെക്നോളജി എന്താണെന്നുള്ളത്. മാറ്റിവെക്കാൻ പുള്ളിക്ക് വളരെ ചില കാര്യങ്ങൾ പുള്ളി എക്സ്പേർട്ടാണ്. പുള്ളിക്ക് അതിനെ കൺസൾട്ടന്റ് ആക്കാം. നമുക്ക് ലോകത്തിൽ ആർക്കെങ്കിലും ഇങ്ങനെ കൺസൾട്ടൻസി ആവശ്യമുണ്ട്, പിണറായി വിജയനെ കൺസൾട്ടൻസി ആക്കാൻ പറ്റും. മുഖ്യ ശത്രു പിണറായി വിജയനാണോ? അങ്ങനെയൊന്നുമില്ല, ഇല്ലില്ല. എനിക്കിപ്പം ശത്രു എന്ന് ഞാൻ കാണേണ്ട കാര്യമില്ലല്ലോ. അദ്ദേഹത്തിന്റെ ഒരു നന്മയായിട്ട് പറയാൻ എന്തെങ്കിലും പറയാനുണ്ടോ? അദ്ദേഹം ലീഡറാണ്. വരച്ച വരയിൽ കേരളത്തെ മൊത്തം നിർത്തിയില്ലേ 10 വർഷം.
വരച്ചവരെ കേരളത്തെ മൊത്തം നിർത്തിയ ഒരാൾ ലീഡർ എന്നല്ലേ നമുക്ക് പറയാവുള്ളൂ. പക്ഷെ ലീഡർ എന്ന് പറയുന്ന ഞാൻ ലീഡർഷിപ്പിന്റെ ഒരു ബുക്ക് എഴുതിയിട്ടുണ്ട്. പല ടൈപ്പ് ലീഡേഴ്സ് ഉണ്ട്. 10-25 തരം ലീഡർമാർ. ലീഡർഷിപ്പ് സ്റ്റൈൽസ് ഒന്നും അല്ല, ലീഡർഷിപ്പ് മെത്തേഡ്സ് എന്നൊക്കെ പറയും, ടൈപ്സ് ഓഫ് ലീഡേഴ്സ്. അപ്പം ഏത് ടൈപ്പ് ലീഡർ ഉള്ളത് വേറൊരു വശം. അതെ, ലീഡർഷിപ്പ്. അല്ല, ഞാൻ പറഞ്ഞ ഈ ഒരു പാർട്ടി ഭാരതത്തിൽ, ഇന്ത്യയിൽ, കേരളത്തിൽ ഇദ്ദേഹം 10 വർഷം ഇവിടെ മുഖ്യമന്ത്രിയായിരുന്ന സമയത്ത് ആ പാർട്ടിയിലെ ഏതെങ്കിലും ഒരു പ്രാക്ടിക്കലായിട്ടുള്ള ഒരാളെ കാണാൻ പറ്റിയോ? അല്ല, അദ്ദേഹത്തിന്റെ നിയന്ത്രണത്തിൽ, അദ്ദേഹത്തിന്റെ നിയന്ത്രണത്തിൽ ക്യാപ്റ്റനായിരുന്നു. ഹി വാസ് ഇൻ കൺട്രോൾ ഓഫ് എവരിത്തിങ്. അപ്പോൾ അത് ലീഡർഷിപ്പാണ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, വളരെ വളരെ ലീഡർ എന്ന്. ഹിറ്റ്ലർ ഒരു വലിയ ലീഡർ ആയിരുന്നില്ലേ? ലീഡറായിരുന്നു. ഹി വാസ് എ ലീഡർ. അതുപോലെ ഉത്തരകൊറിയയിലെ കിങ് ജോങ് എന്ന് പറയുന്നൊരു കക്ഷിയില്ലേ, അവിടെയുള്ള എല്ലാവരെയും വരച്ചവരെ നിർത്തുന്നില്ലേ? അവിടെയുള്ളവർ എങ്ങനെ മുടി വെട്ടണം എന്നവരെ തീരുമാനിക്കുന്നത് കിങ് ജോങ് എന്ന് പറയുന്ന ലീഡറാണ്. അപ്പം അത് വളരെ പോസിറ്റീവാണ്. ലീഡർഷിപ്പ് ക്വാളിറ്റി നന്നായിട്ടുണ്ട്. അദ്ദേഹം ഒരു ക്യാപ്റ്റനായിട്ടാണ് അവർ ഇലക്ഷൻ അവതരിപ്പിച്ചത്. ഒരു ഷിപ്പിന്റെ ക്യാപ്റ്റൻ എന്ന് പറയുന്ന ലീഡർ. ഒരു മുന്നണി ഉണ്ടെങ്കിലും അദ്ദേഹത്തിന്റെ ഫോട്ടോ മാത്രം വെച്ചാണ് മറ്റാരുണ്ടെന്ന് ചോദിച്ച് LDF അധികാരത്തിലേക്ക് വരാൻ ഇത്തവണ ശ്രമിച്ചത്. പാർട്ടി സെക്രട്ടറിയുടെ ഭാര്യ മത്സരിച്ച് ഇപ്പോൾ വിവാദം വരുന്ന സമയത്തും അങ്ങനെ ഒരു പരാതി പാർട്ടിക്കില്ല എന്ന് പറഞ്ഞ് പാർട്ടി സെക്രട്ടറിയെ അദ്ദേഹം ന്യായീകരിക്കുന്നു. അദ്ദേഹം പ്രതിപക്ഷ നേതാവ് സ്ഥാനത്തേക്ക് CPI ചോദിച്ചിട്ട് അവർ കരഞ്ഞു നടക്കുകയാണ്. അദ്ദേഹം ചോദ്യം ചെയ്യപ്പെടാത്ത കേരളത്തിലെ മുഖ്യമന്ത്രി ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവിനെ കുറിച്ചാണ് സാറ് ഞാൻ അദ്ദേഹത്തിൻ്റെ കൂടെ ജോലി ചെയ്ത ഒരു ആള് എന്നുള്ള വിധത്തില് എനിക്ക് കുറെ കാര്യം, എനിക്ക് അദ്ദേഹത്തിന്റെ കൂടെ ജോലി ചെയ്യാത്തവരെക്കാളും കൂടുതൽ അറിവ് എനിക്കുണ്ടാകുമല്ലോ. അപ്പോൾ അത് വെച്ചിട്ടാണ് ഞാൻ ചില കാര്യങ്ങൾ പറയുന്നത്. പക്ഷെ എന്തുകൊണ്ട് ഞാൻ എല്ലാ കാര്യവും പറയുന്നില്ല. അല്ല, UDF ചില കാര്യങ്ങൾ എനിക്ക് അങ്ങനെ അങ്ങ് പരസ്യമായിട്ട് പറയാൻ പറ്റുന്ന കാര്യങ്ങളല്ലല്ലോ. UDF പരാജയത്തിലേക്ക് നയിച്ച ബാർ കേസ് അടക്കമുള്ള വിജിലൻസ് കേസുകളൊക്കെ ഉണ്ടായിരുന്നു. അതിലൊക്കെ സാറ് പാലയിലെ KM മാണിയുടെ പരാജയവും ബാർ കേസും ഒക്കെ അത്ര സംഭവങ്ങളിൽ അന്നത്തെ UDF തുടർച്ചയ്ക്ക് തടസ്സമുണ്ടാക്കിയതിൽ വളരെ പ്രധാനപ്പെട്ട പങ്ക് വഹിച്ച ഒരാളാണ് ജേക്കബ് തോമസ് IPS എന്നാണ് മാധ്യമങ്ങളും പൊതുസമൂഹവും പറയുന്നത്. LDF വന്നപ്പോൾ അതിൻ്റെ മുഖ്യ വക്താവായിട്ട് സാറ് ഏറെക്കാലം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോഴാണ് അവർ മാറുകയോ സാറ് മാറുകയോ ഒക്കെ ചെയ്ത ഒരു കാലയളവ്. പിന്നെ വിരമിക്കും വരെ ഏറ്റുമുട്ടുന്ന ശത്രുതയുള്ള, ഏറ്റവും അവസാനം സാറ് നിലത്ത് കിടന്നുറങ്ങുന്ന ഫോട്ടോ അടക്കം ഹിന്ദുവൊക്കെ റിപ്പോർട്ട് ചെയ്ത് സാറിങ്ങനെ ഒറ്റയ്ക്ക് പോരാടി മുഖ്യമന്ത്രിയെ വെല്ലുവിളിച്ചു. അവർ പാർട്ടിക്കാരൊന്നും ആക്രമിച്ചില്ല അല്ലേ? സാറിനെ ആക്രമിച്ചോ? അല്ല, പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, LDF എന്ന് പറയുന്ന ആ ഒരു ഐഡിയോളജി, ആദർശമാണ് ഞാൻ റിട്ടയർ ചെയ്ത ദിവസം ഞാൻ നിലത്ത് കിടന്നുറങ്ങിയത്. അതാണ് യഥാർത്ഥ LDF എന്ന് പറയുന്നത്. അതെ, LDF എന്ന് പറയുന്നത് എന്താണ്? നിലത്ത് കിടന്നുറങ്ങുന്നതാണ് യഥാർത്ഥ LDF ആണോ? അല്ലേ? പാവപ്പെട്ടവരുടെ പാർട്ടി, ലെഫ്റ്റ് ലിബറലിസം എന്നൊക്കെ നമ്മൾ പറയുന്നത് എന്താണ്? സർവ്വരാജ്യ തൊഴിലാളികൾ എന്നൊക്കെ നമ്മൾ പറയാറില്ലേ? അതുപോലെ പണിയെടുക്കുന്ന നമ്മൾ കൊയ്യും വയലെല്ലാം നമ്മുടെ കൊയ്യുന്ന ആരാണ് നമ്മൾ എന്നൊക്കെയുള്ള പാട്ടുകളൊക്കെ ലെഫ്റ്റ് LDF അല്ലേ? അപ്പൊ LDF എന്ന് പറയുന്നതാണ് ഈ നിലത്ത് കിടന്നുറങ്ങുന്ന ആൾക്കാർ. സാറിന് ഈ ഇടതുപക്ഷ പ്രസ്ഥാനം, പക്ഷേ അതിന്റെ ഈ ക്യാപ്റ്റൻ എന്ന് പറയുന്ന ആൾ നിലത്താണ് കിടന്നുറങ്ങുന്നത് അല്ല? അദ്ദേഹം എവിടെയാണ് കിടന്നുറങ്ങുന്നതിനെ പറ്റി നമ്മുടെ 2020 സാബു പുറത്തൊക്കെ പോയി കഴിഞ്ഞാൽ എത്ര ലക്ഷം രൂപയുടെ റൂമിലാണ് കിടന്നുറങ്ങുന്നതിനെ പറ്റി സാബു പറഞ്ഞിട്ടുണ്ട്. അത് സാബു പറഞ്ഞാണ് കേട്ടോ, എനിക്കറിയാം. പുറത്തല്ലേ കാര്യം. അപ്പൊ സാബു അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ഇദ്ദേഹം എവിടെയാണ് കിടന്നുറങ്ങുന്നത്, എത്ര ലക്ഷം രൂപയുടെ റൂമിലാണ് ഈ LDF മുഖ്യമന്ത്രി കിടന്നുറങ്ങുന്നുള്ള സാബു പറഞ്ഞിട്ടുണ്ട്. ഞാൻ LDF ആയതുകൊണ്ട്. അതെ, ഞാൻ ചോദിക്കുന്നത് സാറിനൊരു ഇടതുപക്ഷ അനുഭാവം, കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രങ്ങളോട് സ്നേഹം ഒക്കെ ഇല്ലായിരുന്നു? ഉണ്ടായിരുന്നു? അല്ല, ഒരു ആഭിമുഖ്യം ഉണ്ടായിരുന്നു LDF ഗവൺമെൻറ് അധികാരത്തിൽ വരുമ്പോൾ? സാറ് നേരത്തെ നടക്കാതെ പോയ അഴിമതികൾ, അല്ല അഴിമതി മാറി ഒരു വികസിത കേരളം, നിങ്ങൾക്ക് ഈ നേരത്തെ പറഞ്ഞ പല വകുപ്പുകൾ നടപ്പാക്കിയ പദ്ധതികളൊക്കെ സാറിനെ പോലുള്ളവർ നടപ്പാക്കും, അങ്ങനെ കേരളത്തിനൊരു വലിയ പുരോഗതി മുന്നേറ്റം ഉണ്ടാകും എന്നൊക്കെ സാറ് കരുതിയിരുന്നോ എപ്പോഴെങ്കിലും? തീർച്ചയായിട്ടും, അതിപ്പോഴും എനിക്ക് ആ പ്രതീക്ഷയുണ്ട്. അപ്പോൾ ഞാൻ 2010 തുടങ്ങി വെച്ച കോസ്റ്റൽ ഷിപ്പിംഗ് പദ്ധതി 2026
16 വർഷം കഴിഞ്ഞിട്ടാണ് വീണ്ടും ഇപ്പോൾ ഒരു മുഖ്യമന്ത്രി വന്നിട്ട് ഈ കോസ്റ്റൽ ഷിപ്പിംഗ് പദ്ധതി കേരളത്തിൽ നടപ്പാക്കുമെന്ന് പ്രഖ്യാപിക്കുന്നുണ്ടല്ലോ. അതിനുവേണ്ടി അദ്ദേഹം തന്നെ തുറമുഖത്തിന്റെ ആദ്യമായിട്ട് കേരളത്തിലൊരു മുഖ്യമന്ത്രി തന്നെ തുറമുഖത്തിന്റെ ചാർജ് ഏറ്റെടുക്കുന്നു. അപ്പം 2016 വർഷം കഴിഞ്ഞിട്ട് ഞാൻ തുടങ്ങിയ ഒരു പദ്ധതി 16 വർഷം മുമ്പേ ഞാൻ ചിന്തിച്ചു എന്നുള്ളത് എൻ്റെ തെറ്റ്. ഞാൻ കാലത്തിന് മുമ്പേ ചിന്തിച്ചു എന്നുള്ളത് എൻ്റെ തെറ്റ്. അതിനുശേഷം ഇതുവരെ വന്നിട്ടുള്ള തുറമുഖ വകുപ്പ് മന്ത്രിമാർക്ക് ഇതൊരു കൊള്ളാം, കേരളത്തിന്റെ വികസനത്തിന് ആവശ്യമാണെന്ന് തോന്നാതിരുന്നത് അവരുടെ പിടിപ്പുകേട് അല്ലെങ്കിൽ അവരുടെ ഒരു കാഴ്ചപ്പാടെന്ന് കൂട്ടാം. പക്ഷെ 16 വർഷം കഴിഞ്ഞ് നടക്കുന്നുണ്ടല്ലോ. അതുപോലെ ഞാൻ 2016 തുടങ്ങിയ അഴിമതിക്കെതിരെ തുടങ്ങിയ 2 മൊബൈൽ ആപ്പില്ലേ, ആ മൊബൈൽ ആപ്പ് ഇന്ന് തമിഴ്നാട് മുഖ്യമന്ത്രി വിജയ് അദ്ദേഹം ഇപ്പൊ പ്രഖ്യാപിച്ചിട്ടുണ്ട്, ഒരു അഴിമതിക്കെതിരെ ആരെങ്കിലും ഒരു ഫോട്ടോയോ വീഡിയോയോ എടുത്ത് എനിക്ക് അയച്ചു കഴിഞ്ഞാൽ 1 ലക്ഷം രൂപ സമ്മാനം കൊടുക്കുമെന്ന് പറഞ്ഞിട്ടില്ലേ? 2016 നമ്മളിവിടെ കേരളത്തിൽ തുടങ്ങിയ അതേ ഇനീഷ്യേറ്റീവ് 10 വർഷം കഴിഞ്ഞ് തമിഴ്നാട്ടിൽ മുഖ്യമന്ത്രി തുടങ്ങിയിരിക്കുന്നു. അപ്പം നമ്മൾ അന്ന് കാലത്തിന് മുമ്പേ പോയി. അല്ല, നമ്മുടെ വിവാദമായി. അല്ല, നമ്മൾ അന്ന് ചെയ്ത ആപ്പ് പിന്നെ ഇപ്പൊ ആരും ഉപയോഗിച്ചില്ല. പിന്നെ വന്നവരൊക്കെ ആപ്പൊക്കെ അങ്ങനെ ഉപയോഗിച്ചു കഴിഞ്ഞാൽ പിന്നെ അഴിമതിക്കെതിരെ ഉള്ള നിലപാട് എന്ന് പറയേണ്ടി വരില്ലേ? അല്ല, ഇപ്പൊ നമ്മള് ഡ്രഗ്സിനെതിരെയുള്ള ആഭ്യന്തരമന്ത്രിയുടെ പദ്ധതിയുണ്ട്. ഇപ്പൊ മുഖ്യമന്ത്രി ഒത്തിരി കാര്യം മുന്നോട്ട് വെക്കുന്നു. ഇപ്പൊ ഈ ആപ്പ് സജീവമായി ഗവൺമെന്റിന്റെ പരിഗണനയുള്ളതല്ല, അന്നുള്ളതല്ലേ, അത് ലൈവാക്കത്തില്ലേ? ഇപ്പോഴത്തെ കേരളത്തിന്റെ മുഖ്യമന്ത്രിക്കും കേരളത്തിന്റെ ആഭ്യന്തരമന്ത്രിക്കും തീർച്ചയായിട്ടും 2016 നമ്മൾ അന്ന് ഗവൺമെന്റിന്റെ പൈസ മുടക്കി ഉണ്ടാക്കിയ ആപ്പാണിത്. ടെക്നോ പാർക്ക് ട്രിവാൻഡ്രത്തെ ഒരു കമ്പനിയാണ്, ബഡ്ജറ്റിലെ പൈസ വെച്ചിട്ടാണ്. അപ്പൊ അന്ന് പൈസ മുടക്കി, സർക്കാർ പൈസ മുടക്കി ഉണ്ടാക്കിയ ആപ്പ് നമ്മൾ ട്രയൽ റണ്ണും കഴിഞ്ഞ് ലോഞ്ച് ചെയ്തത് കുറച്ച് മാസം മുന്നോട്ടും കൊണ്ടുപോയി. അത് ഇപ്പോഴത്തെ മുഖ്യമന്ത്രിക്കും ഇപ്പോഴത്തെ ആഭ്യന്തരമന്ത്രിക്കും കേരളത്തിൽ അഴിമതി എന്ന് പറയുന്നത് നടക്കാനേ പാടില്ല എന്നുണ്ടെങ്കിൽ ആ ആപ്പ് മാത്രം മതി. സാറിന് പരസ്യമായിട്ട് അല്ല, ഇപ്പോഴത്തെ മുഖ്യമന്ത്രിക്ക് ആ കാര്യം അദ്ദേഹം മന്ത്രിയായിരുന്നില്ല, വി.ഡി. സതീശൻ. പക്ഷെ അദ്ദേഹവും ഈ നാട്ടിൽ കഴിഞ്ഞ 25 കൊല്ലമായിട്ട് MLA ആയിരുന്നു. അല്ല, എന്നാലും സാറിന് ഒരു റിമൈൻഡർ അദ്ദേഹത്തിന് ഈ 2 ആപ്പ് നിലവിലുണ്ട്, അത് നടപ്പിലാക്കണമെന്നൊരു കത്തയക്കാൻ പറ്റുമോ? നല്ലതല്ലേ, അവർക്ക് തള്ളിക്കളയാൻ പറ്റുമോ? നിയമസഭയിൽ ഏതെങ്കിലും ഇപ്പൊ BJPക്ക് MLA-മാരുണ്ട്, അവർക്കത് ആവശ്യപ്പെടാമല്ലോ. എന്തോ ഞാൻ മറ്റൊന്നിലേക്ക് വരികയാണ്. ഇപ്പം കേരളത്തിലെ BJPക്ക് 3 MLA-മാരുണ്ട്, അവർക്ക് നിയമസഭയിൽ ആവശ്യപ്പെടാം. സാറ് ചെയ്തു വെച്ചു പോകുന്ന വിവിധ വകുപ്പുകളിലെ പൂർത്തീകരിക്കാത്ത, ഇടയ്ക്ക് അവരെ തള്ളിക്കളഞ്ഞ, മറ്റാരും പരിഗണിക്കാതെ പോയ അത്തരം വികസന കാര്യങ്ങൾ പൊതുസമൂഹത്തിൽ നമ്മുടെ ഇതുപോലത്തെ ചർച്ചകളിലൂടെ എഴുത്തിലൂടെയും ഗവൺമെന്റിന് സാറിന് കത്തയച്ചുകൊണ്ട് ഇതായി നടപ്പിലാക്കണമെന്ന് പറഞ്ഞാൽ അവർക്ക് തള്ളിക്കളയാൻ പറ്റാത്തൊരു സാഹചര്യമില്ലേ? ഗവൺമെൻറ് പൂർണ്ണമായും കേരളത്തിൻ്റെ വികസനത്തിനും അഴിമതി വിരുദ്ധവും മയക്കുമരുന്ന് വിരുദ്ധവും ഒക്കെ ആവുന്ന നിരവധി പദ്ധതികൾ വരികയാണ്. അപ്പം അങ്ങനെ വരുമ്പോൾ ഇട്ടെറിഞ്ഞു പോയ, അല്ലെ അവർ പിന്നീട് തൊടാതെ പോയ പദ്ധതികളെക്കുറിച്ച് ശ്രദ്ധയപ്പെടുത്താം. BJPയുടെ 3 MLA-മാരുണ്ട്. ഞാൻ വീണ്ടും വരികയാണ്, രാഷ്ട്രീയത്തിലേക്ക് വരിക. സാർ ഈ വിരമിച്ചതിന് ശേഷം സജീവമായ രാഷ്ട്രീയത്തിലേക്ക് വന്നു. BJPയുടെ സ്ഥാനാർത്ഥിയായിരുന്നു ഇരിഞ്ഞാലക്കുടയിൽ. ഞാൻ മറിച്ചു നോക്കുകയായിരുന്നു. മാറ്റം അനിവാര്യം. വളരെ മനോഹരമായ എന്താ പറയുക, ബഹുവർണ്ണ കേരളത്തിൻ്റെ അല്ലെങ്കിൽ ആ മേഖലയുടെ വികസനത്തിന് പറ്റുന്ന കുറേ കാര്യങ്ങളൊക്കെ ഇരിഞ്ഞാലക്കുടയിൽ വലിയൊരു വോട്ടൊക്കെ സാർ നേടി. അപ്പോൾ ഞാൻ ഈ 2 മുന്നണിയും കഴിഞ്ഞിട്ട് വിരമിച്ച ശേഷമാണോ രാഷ്ട്രീയത്തിൽ വന്നത്? സാർ ഇപ്പോൾ RSSൻ്റെ ദേശീയ ലെവലിൽ അതിൻ്റെ വക്താവായിട്ട് സജീവമായിട്ട് കേരളത്തിൽ അറിയപ്പെടുന്നുമുണ്ട്. അപ്പോൾ ഈ 2 മുന്നണിയിൽ കഴിഞ്ഞ കേരളത്തിൽ സാർ എപ്പോഴാണ് BJP അല്ലെങ്കിൽ RSS മേഖലയോട് അടുത്തത്? നേരത്തെ ബന്ധം ഉണ്ടായിരുന്നോ? അതേക്കുറിച്ച് പറയാമോ? ഞാൻ രണ്ട് കാര്യങ്ങൾ പറയാം. ഒന്ന്, ഇന്ന് രാവിലെ എന്നെ ഭാരതീയ വിചാര കേന്ദ്രം ട്രിവാൻഡ്രത്തുണ്ട്, അതിൻ്റെ ഡയറക്ടർ സഞ്ജയ് എന്ന് പറയും, അദ്ദേഹം എന്നെ വിളിച്ചിരുന്നു. അപ്പം അടുത്ത മാസം കൊല്ലത്ത് വെച്ച് അടുത്ത മാസം 9-ാം തീയതിയാണെന്ന് തോന്നുന്നു, ഓഗസ്റ്റ് 9-ന് ഒരു സെമിനാറുണ്ട്. അപ്പോൾ ആ സെമിനാറിൻ്റെ ഒരു തീമെന്ന് പറയുന്നത്, അല്ലെ ഞാനത് പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ കേരളത്തിൻ്റെ വികസന പ്രതിസന്ധി, അതിൽ പുതിയ വഴികൾ എന്തൊക്കെയാണ് നമ്മൾ തേടേണ്ടത് എന്നുള്ളതാണ് വിഷയം. അപ്പോൾ അതിനെപ്പറ്റി ഞാൻ അന്ന് അവിടെ ഒരു പ്രബന്ധം പോലെ അവതരിപ്പിക്കണം. കാരണം ഈ ഭാരതീയ വിചാര കേന്ദ്രം എന്ന് പറയുന്നത് പരമേശ്വർജി എന്ന് പറയുന്ന ഒരു പ്രചാരക് RSSൻ്റെ ഒരാൾ തുടങ്ങിയതാണ്. തിരുവനന്തപുരത്താണ് ഗവേഷണം, ബുക്ക് പബ്ലിഷ് ചെയ്യുക, അങ്ങനെ സെമിനാർ, അങ്ങനെ ഒരു ഇൻ്റലക്ച്വൽ ആയിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കുക എന്നുള്ള ഒരു കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഞാൻ അതുമായിട്ട് വളരെ വളരെ അസോസിയേറ്റ് ചെയ്തിട്ട് പ്രവർത്തിക്കുന്ന ഒരാളാണ്. ഇപ്പോൾ ഇന്ന് രാവിലെ തന്നെ അതിൻ്റെ ഇപ്പോഴത്തെ ഡയറക്ടർ സഞ്ജയ് വിളിച്ച കാര്യവും അടുത്ത മാസം 9-ാം തീയതി ഞാൻ കൊല്ലത്ത് പോകുന്നുണ്ട്, ഈ ഭാരതീയത്തിൻ്റെ പരിപാടിക്ക് പങ്കെടുക്കുന്നുണ്ട്. അപ്പോൾ അതെന്തിനാണ് കേരളത്തിൻ്റെ വികസന പ്രതിസന്ധി. അപ്പോൾ ഈ പലരും പറയുന്ന
ഈ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ കൊണ്ട് കേരളത്തിൽ വികസനം ഉണ്ടാകണമെന്നില്ല. അതിൽ പ്രതിസന്ധിയുണ്ട്. അപ്പോൾ അതിന് നൂതന വഴികൾ പലതും എടുക്കണമെന്നുള്ളതാണ് നമ്മളുടെ ഒരു ചിന്ത. അപ്പോൾ അതിൽ ഞാൻ ചിന്തിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ ഞാനത് പ്രസൻറ്റ് ചെയ്യും. അപ്പോൾ അതിനുവേണ്ടി ഞാൻ പഠിക്കും വികസനത്തെ പറ്റി. ഞാൻ ഇന്നൊന്നിൽ തുടങ്ങിയതല്ല വികസനത്തെ പറ്റി പഠിക്കാൻ വേണ്ടിയിട്ട്. അതെ. അപ്പം ഞാൻ ഓരോ ജോലികൾ സർക്കാരിനെ ഏൽപ്പിക്കുമ്പോൾ തന്നെ ഞാൻ കുറേയധികം വായിച്ചും പഠിച്ചും പല ലോകരാഷ്ട്രങ്ങളിലുള്ള ബെസ്റ്റ് പ്രാക്ടീസ് എന്ന് പറയും, ഏറ്റവും നല്ല കാര്യങ്ങളൊക്കെ നമുക്ക് വീണ്ടും അതിനെപ്പറ്റി ചിന്തിക്കേണ്ടല്ലോ, പഠിച്ചാൽ മതില്ലോ നല്ല കാര്യങ്ങൾ. അപ്പോൾ ഞാൻ 1999 അന്ന് ശ്രീലങ്കയിൽ കൊളംബോയിൽ പോയിട്ട് കേരളാസ് ഡെവലപ്മെന്റ് ഡയറക്ഷൻ എന്ന് പറഞ്ഞിട്ടൊരു ഒരു പ്രബന്ധം ഞാനന്ന് അവതരിപ്പിച്ചിരുന്നു. അന്ന് ശ്രീലങ്കയുടെ സൈഡിൽ നിന്ന് അവിടുത്തെ UGC ചെയർമാനാണ് പ്രസന്റ് ചെയ്തത്, ഞാൻ ഇന്ത്യയുടെ സൈഡിൽ നിന്ന് കേരളത്തിനെ പ്രസന്റ് ചെയ്തു. അപ്പം അന്ന് മുതൽ ഞാൻ ചിന്തിക്കുന്നുണ്ട്. അപ്പോൾ അത് ഞാൻ കിട്ടുന്ന അവസരങ്ങളിൽ ഇപ്പം ഞാനൊന്ന് പറഞ്ഞു, അതാണ് ഒരു RSSനോടുള്ള ഒരു കാര്യം. അതുപോലെ അടുത്തൊരു കാര്യം, ഈ ഞായറാഴ്ച ഇവിടെ സേവാഭാരതിയുടെ ഒരു പ്രോഗ്രാമുണ്ട്. അപ്പോൾ അതിന് ഞാൻ പോകുന്നുണ്ട്. ഇവിടെ എളമക്കര കാര്യാലയത്തിൽ, അതായത് RSSന്റെ. അപ്പം അതിൽ സേവാഭാരതി കേരളത്തിലെ 52 പഞ്ചായത്തുകളിൽ പാലിയേറ്റീവ് കെയർ യൂണിറ്റുകൾ പ്രവർത്തിക്കുന്നുണ്ട്. കൂടുതൽ പഞ്ചായത്തുകളിലേക്ക് എങ്ങനെയാണ് അത് പ്രവർത്തിപ്പിക്കണം? കാരണം കേരളത്തിൽ ഈ ക്യാൻസർ രോഗം കൂടി വരുന്നു. അപ്പോൾ അതിൽ പാലിയേറ്റീവ് കെയർ ആവശ്യമുണ്ട്. ഡയാലിസിസ് ആവശ്യമുള്ളവരുടെ എണ്ണം കൂടി വരുന്നു, കിഡ്നി അസുഖങ്ങളുള്ള, അതും പാലിയേറ്റീവ് പെയിൻ ആണല്ലോ. അപ്പോൾ അതിൻ്റെ ആവശ്യമുണ്ട്. അതുപോലെ പ്രായമായവർ കുറേ, അതാണ് വയോജന വകുപ്പൊക്കെ തുടങ്ങുന്നൊക്കെ അപ്പം അവർക്ക് ഈ പെയിൻ എന്ന് പറയുന്നൊരു പ്രശ്നമാണല്ലോ, വാദത്തിൻ്റെ പെയിൻ, പല പെയിനുകൾ. പിന്നെ മാനസികമായിട്ടുള്ള അങ്ങനെയും പെയിനുകൾ ഉണ്ടാകാമല്ലോ. അപ്പം സേവാഭാരതി RSS ആണ്. അപ്പോൾ അത് ഈ ഞായറാഴ്ച നമ്മളൊരു സെമിനാർ ഇവിടെ എളമക്കര കാര്യാലയത്തിൽ വാസ്കരി എന്ന് പറഞ്ഞാൽ അവിടെ വെച്ച് നടത്തുന്നുണ്ട്. അപ്പം ഞാൻ അതിനോട് അസോസിയേറ്റഡ് ആവുന്നുണ്ട്. അപ്പം ഞാൻ എന്തിനോടൊക്കെ അസോസിയേറ്റഡ് ആവുന്ന വെച്ചാൽ കേരളത്തിൻ്റെ വികസനത്തിന് വേണ്ട ചില കാര്യങ്ങളെ പറ്റി ഇപ്പോഴും ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട്. RSSുമായിട്ട് ഇപ്പോൾ സാറ് വളരെ മാധ്യമങ്ങളിൽ സജീവമാണ്, ചിത്രങ്ങളിലുണ്ട്, സാറിൻ്റെ മാർച്ചിൽ പങ്കെടുക്കുന്നു, പല പ്രോഗ്രാമിൻ്റെ ഭാഗമാണ്. എന്നാണ് RSSുമായിട്ട് സാറിന് സജീവ ബന്ധം ആരംഭിച്ചത്, അല്ലെങ്കിൽ അതൊന്ന് പറയാൻ പറ്റുമോ? ഒന്ന്, RSSുമായി ഞാൻ ആദ്യം മനസ്സിലാക്കുന്നത് 1997 മറ്റോ ആണെന്ന് തോന്നുന്നു. ഒരിക്കലും ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് കൂർഗിലേക്ക് വരുമ്പോൾ മൈസൂർ വെച്ച് എൻ്റെ കൂടെ അന്ന് ഈ കൊടക് ജില്ലയുടെ, അതായത് കൂർഗ് ജില്ലയുടെ BJPയുടെ അന്നത്തെ ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബൊപ്പയ്യ എന്ന് പറയും, അന്ന് ജില്ലാ പ്രസിഡന്റാണ്. പുള്ളി ഞാനും കൂടെയാണ് അന്ന് ബാംഗ്ലൂർക്ക് പോയി തിരിച്ചു വരികയാണ്. അപ്പം അദ്ദേഹം പറഞ്ഞു നമുക്കിവിടെ ചായ കുടിക്കാൻ ഒരു സ്കൂളിൽ കയറാം, മൈസൂരിനടുത്ത് എവിടെയാണ്, ഓൺ ദ വേ. അപ്പോൾ ആ സ്കൂളിൽ കയറി. അപ്പോൾ സ്കൂളിൽ കയറിയപ്പോഴത്തേന് അതിൻ്റെ മാനേജർ ഇതുപോലെ ഒരു RSSൻ്റെ ബന്ധപ്പെട്ട ഒരു സ്കൂളായിരുന്നു അത്. അപ്പോൾ ഇദ്ദേഹം BJPയുടെ ജില്ലാ പ്രസിഡന്റായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന് അറിയാം. അപ്പോൾ അവിടെ കയറിയപ്പോൾ നമ്മൾ ചായ കുടിച്ചു, അതിൻ്റെ ബിസ്ക്കറ്റും ഒക്കെ കഴിച്ചു കഴിഞ്ഞപ്പോൾ തന്നെ ഈ മാനേജറുടെ ചുവരിൽ ഇങ്ങനെ അറിയാമല്ലോ, സ്കൂളിൽ നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ അവരുടെ കുറേ കാര്യങ്ങൾ, സ്കൂളിൻ്റെ മിഷൻ അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ എഴുതി വെക്കുമല്ലോ, എന്തിനു വേണ്ടിയാണ് സ്കൂള്. അപ്പോൾ അത് കണ്ടപ്പോഴത്തേന് എനിക്കൊരു കൊള്ളാമല്ലോ, ഇതെല്ലാം ഒരു ഈ ദേശഭക്തി, രാജ്യസ്നേഹം, ആ ഒരു തരത്തിലുള്ള കാര്യങ്ങളാണ്. അപ്പം സാധാരണ നമ്മൾ സ്കൂളിൽ പോയി കഴിഞ്ഞാൽ അങ്ങനെ ആകണമെന്നില്ല. ഇത് ഒരു വ്യത്യസ്തത. ആദ്യമായിട്ട് ഞാൻ അങ്ങനെ പക്ഷേ സ്കൂളിൽ പോകുന്നത്. അപ്പോൾ അങ്ങനെ ഇത് കണ്ടപ്പോഴത്തേനും ബാക്കി വീണ്ടും ഈ ഇത് എന്താ ഇങ്ങനെ എഴുതി വെച്ചിരിക്കുന്നത്, എന്താണ് ഇത് ഉദ്ദേശം എന്നൊക്കെ ചോദിച്ചപ്പോൾ തന്നെ അദ്ദേഹം അതിൻ്റെ കുറേ കാര്യങ്ങൾ അപ്പം പറഞ്ഞു, ഞാൻ കുറച്ചുകൂടെ ഇവിടുത്തെ കാണിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അവിടുത്തെ സ്കൂളിനെ പറ്റി വീണ്ടും കാണിച്ചു. അപ്പോൾ ആ സ്കൂൾ എങ്ങനെയാണ്, അപ്പം ഒരു രാവിലെ എങ്ങനെയാണ് സ്കൂൾ തുടങ്ങുന്നത്, രാവിലത്തെ പ്രക്രിയകൾ എന്തൊക്കെയാണ്. അപ്പോൾ ഒരു റെസിഡൻഷ്യൽ സ്കൂളും കൂടെയാണ്. അപ്പം പറഞ്ഞു. അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ ഇത് രാവിലത്തെ പരിപാടി കണ്ടു കളഞ്ഞല്ലോ. അപ്പം ഞങ്ങൾ വെറും ചായ കുടിക്കാൻ കയറിയ ഞങ്ങൾ രണ്ടുപേരും അവിടെ താമസിച്ചു. അവിടെ താമസിച്ച് ഈ സ്കൂളിൻ്റെ കൂടുതൽ കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ട്, അറിയാൻ വേണ്ടിയിട്ട്, കണ്ടുപിടിക്കാൻ. ഹൈസ്കൂൾ വരെ ഉണ്ട്, താഴത്തെ സ്കൂൾ ഉണ്ട്. അപ്പോൾ രാവിലെ ഈ പിള്ളേരെല്ലാം ഇങ്ങനെ യൂണിഫോം ഒക്കെ ഇട്ടിട്ട് ഒരേപോലെ ഒരു യൂണിഫോം ഇട്ടിട്ട് ഇങ്ങനെ ഗ്രൗണ്ടിൽ വരുന്നു. വന്നു കഴിഞ്ഞാൽ അവർ രാവിലെ ഈ ഒരു ദേശഭക്തി ഒരു പ്രെയർ, അതിനുശേഷം യോഗ പോലത്തെ അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുന്നു. അപ്പോൾ അങ്ങനെ നമ്മളുടെ ഒരു ദേശസ്നേഹം വളർത്തുക, രാഷ്ട്രസ്നേഹം വളർത്തുക. അപ്പോൾ രാഷ്ട്രത്തിന് ആ ഒരു പഴയ നമ്മുടെ സംസ്കാരം അങ്ങനത്തെ കാര്യങ്ങളിലേക്കുള്ള ഒരു ചിന്തകളൊക്കെ കൊണ്ടിരുന്ന ഒരു വിദ്യാഭ്യാസ രീതിയാണ് അവിടെ എന്ന് മനസ്സിലായി. അത് വളരെ ചെറുപ്പത്തിലെ 1ാം ക്ലാസ് തുടങ്ങിയുള്ള പിള്ളേരെയാണ് ഇങ്ങനെ മുന്നോട്ട് പോകും. അപ്പോൾ ഇത് കൊള്ളാവുന്ന കാര്യമാണല്ലോ. കാരണം ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും
ആ ഒരു പ്രദേശത്തിൻ്റെ സംസ്കാരം വിട്ടിട്ട് ഉള്ള വിദ്യാഭ്യാസ രീതികൾ അവലംബിച്ചിട്ടുള്ളതൊക്കെ ആ രാജ്യങ്ങളൊക്കെ പിന്നീട് നാശത്തിലേക്ക് പോയിട്ടുണ്ട്. ദേശഭക്തിയാണോ, ദേശസ്നേഹം? ഒരു നാഷണലിസം അല്ലെങ്കിൽ നേഷൻ എന്ന് പറയുന്നത് അതിൻ്റെ ഒരു സിമെൻറ്റിങ് ഫോഴ്സ് അതിൻ്റെ ഒരു സംസ്കാരമാണ്. ആ സംസ്കാരം വിട്ടിട്ട് നമ്മൾ വേറെ ഏതെങ്കിലും വിദേശ സംസ്കാരം നമ്മൾ കൊണ്ടുവന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് സ്ഥായിയല്ല, വിവിധ മതങ്ങളിൽ ഡ്യൂറബിൾ അല്ല. സൺഡേ സ്കൂള്, മദ്രസകളൊക്കെ വിവിധ സമുദായങ്ങൾക്കുണ്ട്. എന്തോ മദ്രസകൾ, സൺഡേ സ്കൂളുകൾ വിവിധ സമുദായങ്ങൾക്ക് കുട്ടികൾക്കായിട്ട് വളരെ ചെറുപ്പത്തിലെ പരിശീലന വേദികൾ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞേ. ഉണ്ട്, അത് അവരുടെ സ്വാതന്ത്ര്യം. ദേശഭക്തിയോ ദേശസ്നേഹമോ എന്ന് പറയത്തില്ല, പക്ഷെ വിശ്വാസാധിഷ്ഠിതമായിട്ടാണത്. ഞാൻ പറഞ്ഞൊരു നേഷനായിട്ട് വളരണമെങ്കിൽ നമുക്ക് അത്യാവശ്യം വേണ്ട ഒരു കാര്യം അവിടുത്തെ വിദ്യാഭ്യാസ ചെറുപ്പം മുതലേ, വിദ്യാഭ്യാസം ഞാൻ പറയുന്നില്ല, ചെറുപ്പം മുതലേ അവിടുത്തെ എല്ലാ സിറ്റിസൺസും, ജനിക്കുമ്പോൾ മുതൽ സിറ്റിസൺ ആണല്ലോ, അവിടുത്തെ എല്ലാ സിറ്റിസൺസിനും ആ ഒരു ദേശഭക്തി, ദേശസ്നേഹം ഉണ്ടാകണം. ജീവിത രീതി, ജീവിത വ്യവസ്ഥയിൽ ഉണ്ടാകണം. അത് ദേശഭക്തിയും ദേശസ്നേഹവും ഉണ്ടാകുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ദേശം കൊള്ളാം, അഭിമാനം, കൊള്ളാമെന്നില്ല, നമുക്ക് സ്നേഹം ഇഷ്ടമുണ്ടാവും. എന്റെ ദേശം കൊള്ളത്തില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ അതുകൊണ്ടാണല്ലോ, അതെ, എന്റെ ദേശം കൊള്ളത്തില്ല എന്ന് എനിക്ക് തോന്നിക്കഴിഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് വലിയ സ്നേഹം ഉണ്ടാവത്തില്ല. ഞാൻ പറ്റുമെങ്കിൽ ഇവിടെ നിന്ന് ഉടനെ തന്നെ കൊള്ളാവുന്ന ദേശത്തേക്ക് പോകും. അമേരിക്കയാണ് നല്ലതെന്ന് ഞാൻ അങ്ങോട്ട് പോകും, അല്ലെ റഷ്യ നല്ലതെന്ന് അങ്ങോട്ട് പോകും, അല്ലെങ്കിൽ ജർമ്മനി നല്ലതെന്ന് അങ്ങോട്ട് പോകും. ആൾക്കാരെല്ലാം പോവുകയാണ്. ഞാൻ പറഞ്ഞ ദേശം ഒരു നല്ല രീതിയിൽ നിൽക്കണമെങ്കിൽ ഇവിടുത്തെ ഏറ്റവും ബ്രെയിൻസ് ഉള്ള നല്ല കക്ഷികളൊക്കെ ഇവിടെ തന്നെ നിന്ന് ആ ബ്രെയിൻ ഇവിടെ ഉപയോഗിക്കണമെങ്കിൽ, രാഷ്ട്രത്തിന് വേണ്ടി ഉപയോഗിക്കണമെങ്കിൽ ദേശസ്നേഹം. അതെ, അതിലേക്ക് ഞാൻ ഈ 97 ഈ സ്കൂളിൽ പോയി ഇതൊക്കെ കണ്ട ശേഷമാണ് RSSനെ ഞാൻ മനസ്സിലാക്കുന്നത്. RSSനെ മനസ്സിലാക്കിയ ശേഷം അപ്പം ഞാൻ സർവീസിലാണ്, അപ്പം നമുക്ക് വേറെ ആക്ടിവിറ്റീസ്ക്കൊന്നും പോകാൻ പറ്റത്തില്ലല്ലോ. അപ്പം ഞാൻ മനസ്സിലാക്കി. അപ്പോൾ RSSനെ പറ്റി വീണ്ടും ഞാൻ വായിക്കുന്നുണ്ട്. അപ്പോൾ ഇന്ത്യയുടെ ഈ നാഷണലിസം, അതിൻ്റെ സംസ്കാരം നമ്മുടെ സിവിലൈസേഷനിൽ എത്തോസ് എന്ന് പറയും. RSSനോട് ആഭിമുഖ്യം DGPമാർ കേരളത്തിൽ ഇപ്പം പലരുണ്ടെന്നാണ് പറയുന്നത്. എന്തോ വിരമിച്ചവരും സജീവമായി പ്രവർത്തിക്കുന്നവരൊക്കെ RSSനോട് ആഭിമുഖ്യമുള്ളവരുണ്ട് എന്നാണ് UDF LDF ആരോപിക്കുന്നത്. അതിനെന്തെങ്കിലും കുഴപ്പമുണ്ടോ? കുഴപ്പമുണ്ടെന്നല്ല, അവരങ്ങനെ പറയുന്നുണ്ടെന്ന്. നല്ല കാര്യമല്ലേ? എല്ലാവരും RSSനോട് ആഭിമുഖ്യമുള്ളവരാകണം എന്നുള്ളതാണ് ഈ RSS എന്താണെന്ന് മനസ്സിലാക്കിയവരൊക്കെ ആഗ്രഹിക്കുന്നത്. അപ്പോൾ അത് അതിൻ്റെ കുഴപ്പമുള്ള കാര്യമാണെന്ന് ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ ഞാൻ മറുപടി പറയാം. കുഴപ്പം അല്ലെ, IPSും IASും ഒക്കെ സിവിൽ സർവീസ് ദേശസ്നേഹത്തിൻ്റെ ഭാഗമായി ഉദ്യോഗസ്ഥരെ വാർത്തെടുക്കുന്നതാണ്. അപ്പോൾ അവരതിൻ്റെ തുടർച്ചയായിട്ടാണോ ഇങ്ങനെ RSSനോടൊരു ആഭിമുഖ്യം വർദ്ധിച്ചു വരുന്നത്? വിവാദമായിരിക്കുന്ന അല്ല, ഈ രാഷ്ട്രത്തിന് വേണ്ടിയിട്ട്, ഈ രാഷ്ട്രത്തിൻ്റെ ഉന്നതിക്ക് വേണ്ടിയിട്ട്, വളർച്ചയ്ക്ക് വേണ്ടിയിട്ട്, ഈ രാഷ്ട്രത്തിന് നല്ലത് വരണമെന്നുള്ള ആഗ്രഹത്തോടും ചിന്തയോടുകൂടിയൊക്കെ ചെയ്യുന്ന രാഷ്ട്രത്തിന് എന്ത് കാര്യവും, അത് രാഷ്ട്രം നമ്മൾ ചിന്തിക്കണമെന്ന് പോലുമില്ല. നമ്മളുടെ ഇപ്പോൾ കേരളത്തിൽ നമ്മളുടെ രമേശ് ചെന്നിത്തല ഈ തൂഫാൻ ചെയ്യുന്നുണ്ടല്ലോ, അതായത് മയക്കുമരുന്നിൽ ഈ സമൂഹത്തിനെ രക്ഷിക്കുക എന്നുള്ളത്. അപ്പം അതും എന്തിനാണ്? ഈ സമൂഹത്തെ രക്ഷിക്കാൻ വേണ്ടി, മയക്കുമരുന്നിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടി ചെയ്യുന്ന പ്രവൃത്തിയും RSSന്റെ അതേ പ്രവൃത്തി തന്നെയാണ്. RSS അതിനോട് സപ്പോർട്ട് ചെയ്യും. തീർച്ചയായിട്ടും അത് RSSന് ഏറ്റവും ഇഷ്ടമുള്ള RSSന്റെ പ്രവൃത്തി തന്നെയാണ് ഈ രമേശ് ചെന്നിത്തല ചെയ്യുന്നത്. RSSന് രാഷ്ട്രം എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും ഒരു പിഞ്ചു കുട്ടിക്ക് രാഷ്ട്രം എന്ന് പറഞ്ഞാൽ അവർക്ക് മനസ്സിലാവണമെന്നില്ല. അവർക്ക് അതിൻ്റെ വീടും സ്കൂളും ചുറ്റുപാടും ഒക്കെ ആയിരിക്കും. ഒരു വേസ്റ്റ് പുഴയിലേക്ക് ഇടരുത് എന്ന് ഒരു കുട്ടിയെ പഠിപ്പിച്ച് ആ കുട്ടി ഇത് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ അത് RSSന്റെ പണിയാണത്. RSSനോട് ഇഷ്ടമുള്ള പണിയാണത്. അപ്പോൾ രാഷ്ട്രീയ സ്വയം സേവക സംഘവുമായിട്ടുള്ള സാറിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ, അതിൻ്റെ സ്വാധീനം, അതിൻ്റെ പ്രതിബദ്ധതയിലേക്ക് സാർ വന്നത്, അല്ലെങ്കിൽ സാർ അതിൻ്റെ ഏതൊക്കെ മേഖല സാറിൻ്റെ അതിൻ്റെ പ്രസ്ഥാനത്തിലുള്ള ഇടപെടൽ അല്ലെങ്കിൽ അതിൻ്റെ പ്രവർത്തനം എന്ന് പറയാം? ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒന്ന് ഭാരതീയ വിചാര കേന്ദ്രം എന്ന് പറയുന്ന അതിൻ്റെ ഒരു കുറച്ചുകൂടെ അക്കാഡമിക് കാര്യങ്ങൾ ചെയ്യുന്ന ഒരു കാര്യമാണ്. ഉത്തരവാദിത്തമുണ്ടോ സാർ? ചുമതലകൾ ഒന്നുമില്ല. പക്ഷേ അതേസമയം RSS എന്ന് പറയുന്ന ആ ഒരു സംഘടന നമ്മൾ മനസ്സിലാക്കണം, രാഷ്ട്രീയ സ്വയം സേവക് എന്ന് വെച്ച് കഴിഞ്ഞാൽ വോളണ്ടറിയാണ്. നമുക്ക് ആരും ഒരു ചുമതലയും തരണ്ട. നമുക്ക് ഈ രാഷ്ട്രത്തിൻ്റെ ഗുണത്തിന് വേണ്ടി, നല്ലതിന് വേണ്ടി
അല്ലെങ്കിൽ സമൂഹത്തിൻ്റെ നല്ലതിന് വേണ്ടി ഗുണത്തിന് വേണ്ടി, അല്ലെ എൻ്റെ എൻ്റെ ചുറ്റിലുള്ള തൊട്ടടുത്തുള്ള പുഴയുടെ ഗുണത്തിന് വേണ്ടി, പുഴ നല്ല ക്ലീനായിട്ടിരിക്കാൻ വേണ്ടി കാര്യം ചെയ്യാനുള്ള ഉത്തരവാദിത്വം എനിക്കുണ്ട്. അങ്ങനൊരു ചിന്തയാണ് RSS എന്ന് പറയുന്നത്. ആ ചിന്ത അത് കഴിഞ്ഞാൽ ചിന്ത നമുക്കുണ്ടെങ്കിൽ പ്രവർത്തിക്കുമല്ലോ. അതാണ് ആറ്റിറ്റ്യൂഡിൽ നിന്നുള്ള ബിഹേവിയർ വരുന്നത്. അപ്പോൾ അങ്ങനെ ഉള്ള പ്രവർത്തനങ്ങളാണ് ഞാൻ നേരത്തെ ചെയ്തുകൊണ്ടിരുന്നത്, ഇപ്പോഴും ചെയ്യുന്നത്, ഇനിയും ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതപ്പോൾ ഞാൻ RSSൻ്റെ ഏറ്റവും ഉത്തരവാദിത്തത്തോട് ചെയ്യുന്നൊരു പണിയാണത്. സാറിന് അതിന് അഭിമാനവും സന്തോഷവും ഉണ്ടെന്ന് പറയാൻ പറ്റുമോ? തീർച്ചയായിട്ടും. എന്തുകൊണ്ടാണ്? ഒരു രാജ്യത്തിന് വേണ്ടി പ്രവർത്തിക്കുക എന്നുള്ള ഒരു ചിന്ത നമ്മുടെ മനസ്സിലുണ്ടാകുക, അതിനുശേഷം ആ രാജ്യത്തിന് വേണ്ടി എന്തൊക്കെ ചെയ്യാമെന്നുള്ളത് ആരും നമുക്ക് പറഞ്ഞു തരേണ്ട കാര്യമില്ല. കുറേ കാര്യങ്ങൾ ചെയ്യാനില്ലേ നമ്മുടെ സമൂഹത്തിൽ തന്നെ. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യാൻ പറ്റുന്നൊക്കെ ചെയ്യുക. അത് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മുഴുവൻ സമയ പ്രവർത്തകൻ എന്ന് പറയാൻ പറ്റുമോ? പറ്റും. സന്നദ്ധ പ്രവർത്തകൻ എന്താ സന്നദ്ധ പ്രവർത്തകൻ. അങ്ങനെയാണ്. അതെ, RSSൻ്റെ ഒരു ഫുൾ ഫോം രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയം അല്ല കേട്ടോ, നാഷണൽ എന്നുള്ള ഒരു വാക്കാണ് ഈ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ. നാഷണൽ വോളണ്ടറി ഓർഗനൈസേഷൻ എന്ന് മാത്രമേ ഈ RSSൻ്റെ ഒരു തർജ്ജമ ചെയ്താൽ അങ്ങനെ വരുന്നുള്ളൂ. ജനങ്ങൾ കേരളത്തിലൊക്കെ പറയുന്നത് രാഷ്ട്രീയ സംഘടനയാണ് എന്നൊക്കെ. രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയ സ്വയം സേവക് സംഘം എന്ന് വെച്ചാൽ നാഷണൽ വോളണ്ടറി ഓർഗനൈസേഷൻ. വോളണ്ടറിയാണ്. എനിക്കിഷ്ടമുള്ളത് ചെയ്യാം. ഇഷ്ടമുള്ളത് ചെയ്യാൻ വേണ്ടി ഈ നമ്മുടെ സമൂഹത്തിൽ എന്തെല്ലാം കാര്യങ്ങൾ എവിടെയുള്ളത്, ആ കാര്യങ്ങളൊക്കെ നമ്മൾ ഉത്തരവാദിത്തോടു കൂടി ചെയ്യുക. അത് ഒരു കുട്ടി വേസ്റ്റ് ഒരു പുഴയിലേക്ക് വലിച്ചെറിയുമ്പോഴത്തേക്കും അങ്ങനെ ചെയ്യരുത്. അതുകൊണ്ടുള്ള കുഴപ്പം എന്താണ്? ആ കുട്ടിയെ പഠിപ്പിച്ച് ആ കുട്ടി ഇനി ഒരിക്കലും വേസ്റ്റ് അങ്ങനെ അലക്ഷ്യമായിട്ട് വലിച്ചെറിയാത്ത അവസ്ഥയിലേക്കാണ് പഠിപ്പിച്ചു കഴിഞ്ഞാൽ അത് RSSൻ്റെ പണിയാണ്. RSSനെ കുറിച്ചൊരു മത തീവ്രവാദ പ്രസ്ഥാനമായിട്ട് മാധ്യമങ്ങളിലല്ലേ ഇതര ചില രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളൊക്കെ വിശേഷിപ്പിക്കുകയും ആൾക്കാർക്കൊരു ഭീകരത അതിനകത്ത് സൃഷ്ടിക്കുകയൊക്കെ ചെയ്തിട്ടില്ലേ കേരളത്തിൽ? ഒരു മുൻവിധിയോടെയാണോ സമൂഹം ആ കൂട്ടായ്മയെ കാണുന്നത്? കേരളത്തിൽ ഈ RSSനെ ഒരു മോശമെന്തോ സംവിധാനമാണ്. ഈ RSS പ്രവർത്തിക്കുന്നവരൊക്കെ, ഇപ്പോൾ ജേക്കബ് തോമസ് ഒരു RSSകാരനാണ്, RSS പ്രവർത്തിക്കുന്ന ആളാണ്. ഇപ്പോൾ ജേക്കബ് തോമസ് ഒരു ഭയങ്കര മോശം ആളാണ് എന്ന് പ്രചരിപ്പിച്ചു കഴിഞ്ഞാൽ എത്ര പ്രചരിപ്പിക്കാൻ പറ്റും? അപ്പോൾ അങ്ങനെ ഒരു പ്രചരണം നടത്തുന്നത് ഇവിടെ ഈ RSSൻ്റെ എല്ലാ ഐഡിയാസും എല്ലാ കാര്യങ്ങളും കൂടെ എല്ലാവരും മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും RSSകാരാവും. കാരണം എല്ലാവരും രാജ്യസ്നേഹികളാവണ്ടേ, അല്ലാതെ നമ്മൾ പാകിസ്ഥാൻ സ്നേഹികളാണോ ആവണ്ടേ? അത് ചൈന സ്നേഹമാണോ നമുക്ക് വേണ്ടത്? പക്ഷെ ഇപ്പോഴും കേരളത്തിൽ ചൈന സ്നേഹമുള്ളവരുണ്ട്, ഇല്ലേ? ചൈന സ്നേഹമുള്ളവർ ഇവിടെ ഉണ്ട്. ഇവിടെ ഒരു ചൈനയുമായിട്ടൊരു യുദ്ധം ഉണ്ടായ സമയത്ത് തന്നെ ഇവിടെ കേരളത്തിലുള്ളവർ ചൈനയുടേതാണ് എന്ന് പറയുന്ന, ഇന്ത്യയുടേതാണെന്ന് പറയുന്ന സ്ഥലം ചൈന പിടിച്ചുകൊണ്ട് പോയി അവിടെ ഒരു യുദ്ധം ഉണ്ടായി എന്ന് പറഞ്ഞ ആൾക്കാർ ഈ കേരളത്തിലുണ്ട്, മലയാളികളുണ്ട്. മുഖ്യമന്ത്രി കേരളത്തിലുണ്ടെന്ന് ഞാൻ പറഞ്ഞുള്ളൂ. അതുപോലെ പാകിസ്ഥാനാണ് നല്ലത് എന്ന് പറയുന്ന ആൾക്കാർ കേരളത്തിലില്ലേ? ബംഗ്ലാദേശാണ് നല്ലതെന്ന് പറയുന്ന ആൾക്കാർ ആൾമാറി വരെ ഇവിടെ കേരളത്തിൽ വന്ന് താമസിക്കുന്നുള്ളതൊക്കെ തെളിവുള്ള കാര്യങ്ങളാണല്ലോ. എന്തുകൊണ്ടാണ്? അപ്പോൾ അങ്ങനെയുള്ളൊരു സ്ഥലത്ത് ഇങ്ങനെ ഇന്ത്യയാണ് വലുത്, ഇന്ത്യയാണ് നല്ലത്, ഇന്ത്യക്ക് വേണ്ടി പ്രവർത്തിക്കണം എന്ന് പറയുന്ന ഒരു സംഘടനയോട് എതിർപ്പുണ്ടാവില്ലേ? തീർച്ചയായിട്ടും എതിർപ്പുണ്ടാവും. അപ്പോൾ ആ ഒരു സംഘടനയെ ഇന്ത്യയാണ് നല്ലത്, ഇന്ത്യക്ക് വേണ്ടി പ്രവർത്തിക്കണം, നമ്മുടെ സമൂഹത്തിന് വേണ്ടി പ്രവർത്തിക്കണം, നമ്മുടെ ഈ സിറ്റിസൺസിനെ ഉന്നതിക്ക് വേണ്ടി പ്രവർത്തിക്കണം എന്ന് ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ഈ ചൈനയ്ക്ക് വേണ്ടി പ്രവർത്തിക്കണം എന്നുള്ളത് നടപ്പാവില്ലല്ലോ. പാകിസ്ഥാന് വേണ്ടി പ്രവർത്തിക്കണം, ബംഗ്ലാദേശിന് വേണ്ടി പ്രവർത്തിക്കണം എന്ന് നടപ്പാവില്ലല്ലോ. അപ്പോൾ വളരെ ആസൂത്രിതമായിട്ട് ഇതിനെ ഒരു സ്റ്റിഗ്മ വളർത്താൻ വേണ്ടി ശ്രമിക്കുന്നവരിവിടെയുണ്ട്. രാജ്യവിരുദ്ധ താല്പര്യങ്ങളുള്ള വ്യക്തികളോ പ്രസ്ഥാനങ്ങളോ മാധ്യമങ്ങളോ ആണോ ഇങ്ങനെ ഒരു എന്താ പറയുക? ഞാൻ രാജ്യവിരുദ്ധം എന്ന് നമ്മൾ പറയുമ്പോഴത്തേക്കും ഒന്ന് അങ്ങനെ പറയുന്നതിനേക്കാൾ ഉപരി രാജ്യസ്നേഹം, രാഷ്ട്ര നിർമ്മാണത്തിൽ ഒരു പങ്കാളിയാകാൻ ഒരു അലസതയുള്ളവർ
ചിലർക്ക് അങ്ങനെ രാഷ്ട്രീയ നിർമ്മാണത്തിൽ പങ്കാളിയാകാൻ അലസത. ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, ഒരു പുഴയിലേക്ക് ഒരു വേസ്റ്റ് ഇടുന്ന ഒരു കുട്ടി, അവനെന്തും ചെയ്യട്ടെ, എൻ്റെ ഉത്തരവാദിത്വം അല്ല എന്ന്, എൻ്റെ ഉത്തരവാദിത്വം, ആ പുഴ നല്ലതായി കഴിഞ്ഞാൽ എനിക്കെന്താ. അതുപോലെ നമ്മുടെ മാസപ്പടിയൊക്കെ വാങ്ങിച്ച ഒരു കേസിൽ ഇവിടെ ഇല്ലേ, പെരിയാറിൻ്റെ ഒരു മലിനമാക്കുന്ന പ്രശ്നമായിരുന്നല്ലോ അല്ലേ, ആ ഒരു ഇത്. അപ്പോൾ ഈ പെരിയാറ് മലിനമായി കഴിഞ്ഞാൽ എനിക്കെന്താ എന്ന് ചിന്തിക്കുന്നവർ ഈ നാട്ടിൽ അവരല്ലേ മജോറിറ്റി. അത് ഈ നാട് നന്നാവണം എന്നുള്ള, അതിനുവേണ്ടി എന്തെങ്കിലും ചിന്തിക്കണം, പ്രവർത്തിക്കണം എന്നുള്ള കാര്യത്തിൽ വലിയ ഒരു ഉത്സാഹമില്ലാത്തവർ, അല്ലെ അതിൽ അലസതയുള്ളവർ ഇവിടെ കൂടുതലല്ലേ. ഞാൻ പെരിയാറിൻ്റെ ഈ മലിനമാക്കുന്ന അല്ലെങ്കിൽ ഈ നമ്മുടെ ഈ ഇതുണ്ടല്ലോ വേമ്പനാട് കായൽ വളരെ വളരെ മലിനമാണ്. അപ്പോൾ അത് അങ്ങനെ മലിനമാക്കാൻ പാടില്ല എന്ന് ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ കൂടെ കൂടുന്നവർ എത്ര പേരുണ്ടാവും. അപ്പോൾ നമ്മുടെ രാഷ്ട്രം നന്നാവണം എന്ന് ചിലപ്പോൾ ചിന്തയില്ലാത്തവർ കുറച്ച് പേരുണ്ടാവും. പിന്നെ ഈ രാഷ്ട്ര നിർമ്മാണത്തിൽ അത് ഈ ഒരു ചെറിയ പുഴയിലെ വേസ്റ്റ് ഇടുന്ന തുടങ്ങിയ സ്മോൾ സ്റ്റെപ്പ്, പക്ഷെ അതും രാഷ്ട്ര നിർമ്മാണമാണ്. അപ്പോൾ അതിൽ പങ്കാളിയാകാൻ, അല്ല അതിനുവേണ്ടി പ്രവർത്തിക്കാൻ അലസതയുള്ളവർ മജോറിറ്റി അങ്ങനെയുള്ളവരുണ്ട്. അപ്പോൾ അവർക്കൊക്കെ ഈ പുഴ നമുക്ക് സംരക്ഷിക്കണം, പുഴ ക്ലിയർ ആയിരിക്കണം, നമ്മുടെ സമൂഹത്തിൽ ഈ പറഞ്ഞ മാലിന്യമായിട്ടുള്ള ലഹരി ഉണ്ടാകാൻ പാടില്ല എന്നൊക്കെ പറയുന്ന ആൾക്കാർ വന്നു കഴിഞ്ഞാൽ അത് അലസത കൊണ്ടും ആകാം.